ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് ചിക്കൻ്റെ ഒരു കറിയുടെ റെസിപ്പിയാണ്. ചിക്കൻ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് നമ്മൾ എണ്ണയിൽ വരട്ടിയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇതിപ്പം വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കിയതാണ്, ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഗ്രേവി ആയിരുന്നു. ഞാൻ അതിനായിട്ടിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, 2 തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സവാളയൊക്കെ അരിഞ്ഞല്ലേ എടുക്കുന്നത്. ഇത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ പേസ്റ്റിനെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എണ്ണയിൽ കിടന്ന് ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് ചുമന്ന് വരണം കേട്ടോ. അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് എണ്ണ മാത്രം മതിയാവും. തീ കുറച്ച് വെച്ച് ഇച്ചിരി കുറച്ച് സമയം ഒന്നിട്ട് വേവിച്ചെടുക്കണം. ഈ സവാളയുടെയൊക്കെ പച്ചമണം മാറി കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടിയാണ്. ഞാൻ മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. എരിവ് വേണമെന്നുള്ളവർക്ക് അല്പം കൂടെയൊക്കെ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ എരിവ് കുറച്ചാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരല്പം ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇതിൽ കൂടെ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ്, ഞാൻ സവാളയും ഉള്ളിയെല്ലാം ഫസ്റ്റ് ആദ്യം ഇട്ടിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ സെപ്പറേറ്റാണ് അടിച്ചെടുത്തത്. അപ്പം ടൊമാറ്റോ പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ നമുക്ക് ഗ്രേവി ആയിട്ട് കറി എത്രത്തോളം വേണോ അതനുസരിച്ച് നമുക്ക് കറി കൂട്ടിയെടുക്കാനും കുറച്ചെടുക്കാനും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. മസാലകളൊക്കെ ഞാൻ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ ഈ കറി. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി, വെള്ളവും ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാമേ. തീ കുറച്ച് വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കാൻ. മൂടി വയ്ക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. ഇതിൽ വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ചേർക്കാം. ഇവിടെ മല്ലിയിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ദോശയ്ക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.